ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെയും പെട്രോൾ വിലയെയും നേരിട്ട് ബാധിക്കുന്ന വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എണ്ണ വിപണിയിൽ ഇറാനും സൗദി അറേബ്യയും നടത്തുന്ന പുതിയ നീക്കങ്ങളും അതിനോടുള്ള ഇന്ത്യയുടെ മറുപടിയുമാണ് ഇന്നത്തെ വിഷയം. നമുക്കറിയാം, മുൻപ് ഇന്ത്യക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ എണ്ണ നൽകിയിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി. ഇറാൻ ഇപ്പോൾ ഇന്ത്യയോട് ചോദിക്കുന്നത് പ്രീമിയം തുകയാണ്. അതായത് അന്താരാഷ്ട്ര വിപണിയിലെ ബ്രന്റ് ക്രൂഡ് വിലയേക്കാൾ ഏകദേശം $6 മുതൽ $8 വരെ അധികം നൽകിയാലേ ഇനി എണ്ണ തരൂ എന്നാണ് അവരുടെ നിലപാട്. എന്തുകൊണ്ടാണ് ഇറാൻ പെട്ടെന്ന് ഇങ്ങനെ മാറിയതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിന് പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, ആഗോളതലത്തിൽ എണ്ണ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളും ടാങ്കറുകളുടെ ലഭ്യത കുറഞ്ഞതും ഇൻഷുറൻസ് പ്രശ്നങ്ങളും അവർ ഒരു ബിസിനസ് അവസരമായി കാണുന്നു. രണ്ടാമതായി, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ എണ്ണയ്ക്ക് വലിയ ഡിമാൻഡുള്ള സാഹചര്യം. അത് മുതലെടുക്കാനുള്ള ഒരു അവസരോചിതമായ നീക്കം ആണിത്. മൂന്നാമത്തെ കാര്യം, ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് പ്രീമിയം തുക നൽകാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ തങ്ങൾക്കും അത് ലഭിക്കുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നു. ചുരുക്കത്തിൽ, ലാഭം പരമാവധി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇറാൻ്റെ ലക്ഷ്യം. ഇനി ഇറാനിൽ നിന്ന് കൂടിയ വിലയ്ക്ക് നമ്മൾ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചാലും പണം എങ്ങനെ നൽകും എന്നത് മറ്റൊരു വലിയ തലവേദനയാണ്. ഇന്ത്യൻ രൂപയിലോ ഡോളറിലോ പേയ്മെൻറ്റ് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും പ്രായോഗികമായി ഇത് അത്ര എളുപ്പമല്ല. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം ഇറാനിലെ ബാങ്കുകൾക്ക് സ്വിഫ്റ്റ് പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിക്കാൻ കഴിയില്ല. മുൻപുണ്ടായിരുന്ന യൂറോ വഴിയുള്ള പേയ്മെൻറ്റ് ചാനലുകളും ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി പണം കൈമാറുന്നതിലെ തടസ്സങ്ങൾ കൂടി പരിഗണിച്ചാലേ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. ഇറാൻ മാത്രമല്ല, സൗദി അറേബ്യയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്. കണക്കുകൾ ശ്രദ്ധിക്കുക. സൗദി തങ്ങളുടെ എണ്ണയുടെ വില നിശ്ചയിക്കുന്നത് ബ്രന്റ് ക്രൂഡ് വിലയെ അല്ല, മറിച്ച് ഒമാനി, ദുബായ് ഫ്യൂച്ചേഴ്സ് വിലകളെ അടിസ്ഥാനമാക്കിയാണ്. സാധാരണയായി ഇവ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ ഇപ്പോൾ ബ്രന്റ് ക്രൂഡ് ബാരലിന് $100 ഒമാനി ക്രൂഡിന് $169 ദുബായ് ക്രൂഡിന് $157 വില. അതായത് ബാരലിന് $150 മുകളിലുള്ള ഉയർന്ന നിരക്കിലാണ് സൗദി ഇന്ത്യക്ക് എണ്ണ വാഗ്ദാനം ചെയ്യുന്നത്. വില കുറയ്ക്കണമെന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും സൗദി അതിന് തയ്യാറായിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളുടെ നിലവിലെ സാഹചര്യം മുതലെടുത്ത് ലാഭം കൊയ്യാനുള്ള ശ്രമത്തിലാണ് അവർ. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്ന് നോക്കാം. പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ മറുപടി വളരെ വ്യക്തമാണ്. ഏതെങ്കിലും ഒരു രാജ്യം ആവശ്യപ്പെടുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ എണ്ണ വാങ്ങില്ല. അത് ഞങ്ങളുടെ ഓയിൽ കമ്പനികളുടെ ടെക്നോ കൊമേഴ്ഷ്യൽ തീരുമാനമായിരിക്കും. ഇതിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, സാങ്കേതികമായ സാധ്യത. അതായത് നമ്മളുടെ റിഫൈനറികൾക്ക് ആ എണ്ണ ശുദ്ധീകരിക്കാൻ കഴിയുമോ എന്നത്. രണ്ടാമത്, സാമ്പത്തികമായി ലാഭം. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇത് ലഭ്യമാണോ എന്നത്. ഇന്ത്യയെ ആരും സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നത് അനുവദിക്കില്ല എന്ന ശക്തമായ നയതന്ത്ര നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ചുരുക്കത്തിൽ, ലോകരാജ്യങ്ങൾ തങ്ങളുടെ ലാഭം നോക്കുമ്പോൾ ഇന്ത്യ സ്വന്തം സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് വളരെ കരുതലോടെയാണ് മുന്നോട്ട് പോകുന്നത്. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ഈ പുതിയ തന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യ ഇറാനിൽ നിന്ന് കൂടുതൽ വില നൽകി എണ്ണ വാങ്ങണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.